പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം. മുന്നണികളുടെ പ്രചാരണം അവസാന ലാപ്പിൽ. LDF പ്രചാരണം നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് BJPയെ സഹായിക്കാനെന്ന് KC വേണുഗോപാൽ. പ്രവർത്തകരെ ആവേശത്തിലാക്കി മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ. രാത്രിയിലും വൻ പ്രചാരണവുമായി NDA ക്യാമ്പും. നാളെ കൊട്ടിക്കലാശത്തിന് സമഗ്ര കവറേജുമായി ടീം 24. കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് സന്ദീപ് വാര്യർ. മതേതര ചേരിയിലേക്കുള്ള സന്ദീപിന്റെ വരവിൽ സന്തോഷമെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് വന്ന് 2 വർത്തമാനം പറഞ്ഞാൽ ചരിത്രം മറക്കാനാകുമോ എന്ന് ലീഗിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ പരാമർശം ഗതികേടിന്റെ അങ്ങേയറ്റമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ എതിർക്കുന്നവരെന്ന് വെളിപ്പെടുത്തി കെ മുരളീധരൻ. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിനും ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതിനുമാണ് എതിർത്തത്. സന്ദീപ് വാര്യർ പാർട്ടിയിലെത്തിയത് താൻ അറിഞ്ഞത് TV-യിലൂടെയാണെന്നും കെ മുരളീധരൻ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പടരുന്നു. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെയും MLA-മാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം. ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് NPP. സാഹചര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് രാഹുൽ ഗാന്ധി. IAS തലപ്പത്തെ പോരിൽ 24 ജനകീയ കോടതിയിൽ മനസ്സു തുറന്ന പ്രശാന്ത്. ഉന്നതി ഫയൽ കൈമാറ്റ വിവാദത്തിൽ തനിക്കെതിരായ റിപ്പോർട്ട് വ്യാജം. ഫയലുകൾ കൈമാറിയതിന് തെളിവുണ്ട്. ജയതിലകന് രൂക്ഷ വിമർശനം. അതിരിവിടരുതെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ കീഴുദ്യോഗസ്ഥരുടെ മേൽ കുതിര കയറുന്ന ഒരുപാട് പേരുണ്ടെന്നും പ്രശാന്ത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘം തന്നെ. എറണാകുളത്ത് പിടിയിലായ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടയാളെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സന്തോഷിന്റെ പേരിൽ കേരളത്തിൽ 8 കേസുകൾ. പിടിയിലായ മണികണ്ഠൻ കുറുവാ സംഘമാണോ എന്നതിൽ അവ്യക്തത. സംഘത്തിലെ മറ്റുള്ളവർക്കായി പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം. അരവിന്ദ് കെജ്രിവാളിനെതിരായ രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടി വിട്ടു. മന്ത്രി പദവിയും പ്രാഥമിക അംഗത്വവും ഒഴിഞ്ഞത്. പാർട്ടിക്കുള്ളിലെ ക്രമക്കേടുകൾ വിളിച്ചു പറഞ്ഞ് കെജ്രിവാളിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് രാജിക്കത്തിൽ പരാമർശം. BJPയുടെ ഗൂഢാലോചനയെന്ന് ആം ആദ്മി പാർട്ടി. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിക്ക് പിന്തുണയുമായി പാണക്കാട് റഷീദ് അലി തങ്ങൾ. കുറച്ചുപേർ എതിർക്കുന്നുവെന്ന് കരുതി ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങൾ കുടുംബം നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ ഇല്ലാതാക്കരുതെന്നും പാണക്കാട് റഷീദ് അലി തങ്ങൾ. മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന സംസ്ഥ AP വിഭാഗം മുഖപത്രത്തിൽ ലേഖനം. വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും സിറാജിലെ ലേഖനത്തിൽ. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്കെതിരെയും ലേഖനത്തിൽ വിമർശനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴക്കം അധ്യക്ഷൻ വിജയ് ധർമ്മപുരി ജില്ലയിൽ നിന്ന് മത്സരിക്കുമെന്ന് TVK ജില്ലാ പ്രസിഡന്റ് താപ്പ ശിവ. ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിലാണ് പ്രസ്താവന. എന്നാൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് വിജയ് സൂചന നൽകിയിട്ടില്ല. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. റിയാദ് കോടതി കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റി. കണ്ണീരോടെയുള്ള കാത്തിരിപ്പിൽ അബ്ദുൾ റഹീമിന്റെ മാതാവ്. കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിനിടെ വൻ സംഘർഷം. ബലമായി വാഹനങ്ങൾ തടഞ്ഞും കടകൾ അടപ്പിച്ചും ഹർത്താൽ അനുകൂലികൾ. വ്യാപാരികളുമായി വാക്കേറ്റം. ഹർത്താൽ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെട്ടതിൽ പ്രതിഷേധിച്ച സഹകരണ രംഗത്ത് സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ ഇല്ലെന്ന VD സതീശൻ. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം പുകയുന്നു. ചർച്ച ചെയ്യാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് സർക്കാരിന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. ആശങ്ക മുഖ്യമന്ത്രി അറിയിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു നവജാത ശിശു കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 11 15 കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരം. ഉണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാട് അപലപനീയമെന്ന് CPI നേതാവ് വാനി രാജ. പ്രധാനമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കണമെന്നും വാനി രാജ 24-നോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് മന്ത്രി K രാജൻ. ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത മൗനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. മാലാക മുഖത്തിന് പകരം ചെകുത്താനായി കേന്ദ്ര സർക്കാർ അവതരിക്കുന്നുവെന്നും K രാജൻ. മുനമ്പത്ത് നിയമഭേദഗതി നീതിനിഷ്ഠമാകണമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ് മുനമ്പത്തേത്. മനുഷ്യരുടെ പ്രശ്നങ്ങളും മതസ്വാതന്ത്ര്യവും പാലിക്കപ്പെടണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ധനുഷിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ നടി നയൻതാരയ്ക്കെതിരെ സൈബർ ആക്രമണം. ഡോക്യുമെന്ററി റീച്ചാക്കാൻ താൻ നയൻതാരയുടെ ശ്രമമെന്ന് കമന്റുകൾ. നയൻതാരയെ പിന്തുണച്ച മലയാളി താരങ്ങൾക്കെതിരെയും സൈബർ ആക്രമണം. വിഷയത്തിൽ പ്രതികരിക്കാതെ നടൻ ധനുഷ്.
സൂര്യ ചിത്രം പങ്കുവയ്ക്ക് പിന്തുണയുമായി നടി ജ്യോതിക. ചിത്രത്തിനെതിരെ ആസൂത്രിതമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. സൂര്യയുടെ ഭാര്യയായല്ല, മറിച്ച് സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്കാണ് പ്രതികരണമെന്നും ജ്യോതിക. അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയിട്ടില്ലെന്ന് നടി കസ്തൂരി. ഹൈദരാബാദിൽ പോയത് സിനിമാ ചിത്രീകരണത്തിനായി. ഹൈദരാബാദിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും കസ്തൂരി. ദുബായിൽ മലയാളി വിദ്യാർത്ഥി കടലിൽ മുങ്ങി മരിച്ചു. കാസർഗോഡ് ചെങ്കള സ്വദേശി അഹമ്മദ് അബ്ദുള്ള മഹാസാണ് മരിച്ചത്. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒപ്പമുണ്ടായിരുന്ന സഹോദരിയെ രക്ഷപ്പെടുത്തി. ശബരിമലയിൽ 18ാം പടി കയറുന്നവരുടെ എണ്ണം വർദ്ധിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ. 1 മിനിറ്റിൽ 85 പേരിലധികം 18ാം പടി കയറി. പോലീസ് സ്വീകരിച്ച നടപടികൾ ഗുണം ചെയ്തെന്നും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളതെന്നും വി എൻ വാസവൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. AI ക്യാമറയിൽ കുടുങ്ങിയ നിയമലംഘനങ്ങളിൽ പിരിഞ്ഞു കിട്ടാനുള്ളത് കോടികൾ. മോട്ടോർ വാഹന വകുപ്പിന് പിരിഞ്ഞു കിട്ടാനുള്ളത് 374 കോടി രൂപ. നോട്ടീസ് കിട്ടിയിട്ടും പിഴ അടയ്ക്കാത്തത് 1.5 ലക്ഷത്തിലധികം പേർ. AI ക്യാമറ വഴി കണ്ടെത്തിയത് 89 ലക്ഷം നിയമലംഘനങ്ങൾ. തിരുവനന്തപുരത്ത് കെ സ്വിഫ്റ്റ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. യാത്രക്കാരുടെ മർദ്ദനത്തിൽ പാപ്പനംകോട് ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് തമ്മന് ഗുരുതര പരുക്ക്. പ്രതി പൂന്തറ സ്വദേശി സിജു അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ടൂർ കോർഡിനേറ്ററായത് മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന സഹോദരൻ അഖിൽ. ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കടക്കാൻ സഹപാഠികൾ ശ്രമിച്ചെന്നും സഹോദരൻ 24-നോട്. മംഗളൂരുവിൽ സ്വിമ്മിംഗ് പൂളിൽ 3 യുവതികൾ മരിച്ച നിലയിൽ. ഉള്ളാലിൽ റിസോർട്ടിലാണ് മൈസൂർ സ്വദേശികളെ യുവതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്ന് പ്രാഥമിക നിഗമനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഭീഷണി സന്ദേശം. RBIയുടെ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം തുടങ്ങി. ബസ്സിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവതിക്ക് ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ച് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ക്രൂര മർദ്ദനം. കണ്ടക്ടർ ഉന്മേഷിനും ഡ്രൈവർ ലിജിനും ഗുരുതര പരുക്ക്. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഈ മാസം 19-ന് റേഷൻ കടകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന റേഷൻ വ്യാപാരികൾ. 2 മാസമായി വേതനം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം. ഓണത്തിന് പ്രഖ്യാപിച്ച 5000 രൂപ ഓണറേറിയം ഉടൻ നൽകണമെന്നും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ ആവശ്യപ്പെട്ടു. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതര പരുക്ക്. തെന്മല എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി മീരയ്ക്കാണ് പരുക്കേറ്റത്. വയനാട് മുട്ടിൽ WOUP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 18 വിദ്യാർത്ഥികളെ കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഴ്സറി മുതൽ UP വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും പനിയും അനുഭവപ്പെട്ടത്. നീലഗിരി മുതുമല കടുവ സങ്കേതത്തിൽ മാനുകളുടെ കൂട്ടത്തിലേക്ക് ഓടിക്കേറി ആന്ധ്ര സ്വദേശിക്ക് പിഴ. 15000 രൂപ പിഴ വിധിച്ചു. മസിനഗുഡി വനം വകുപ്പിന്റേതാണ് നടപടി. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ തോട്ടിൽ വീണ SIക്ക് പരുക്ക്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഷാനിനാണ് പരിക്കേറ്റത്. കോട്ടയം മൂന്നിരവിൽ റബ്ബർ ഫാക്ടറിയിൽ തീപിടിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ഫാക്ടറിയിൽ തീ പടർന്നത്. ഫാക്ടറിയിലേക്കുള്ള പാലം തകർന്ന് കിടന്നതിനാൽ തീ അണയ്ക്കാൻ വൈകി. കഴിഞ്ഞ വർഷം ഇതേ ഫാക്ടറിയിൽ തീപിടിച്ചിരുന്നു. അന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിൽ നടന്ന ലെജൻഡ്സ് കേരള മാരത്തോണിൽ ഹസീന ആലിയത്തിന് 1ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുൻ ഒളിമ്പിക് താരം PT ഉഷ MP വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം ദുബായ് മാസ്റ്റേഴ്സ് ഓപ്പൺ മീറ്റിൽ 3 സ്വർണവും സ്വീഡനിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ 7ാം സ്ഥാനവും ഹസീന ആലിയത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ സെൽഫ് ഗവൺമെന്റ് ഡേ സംഘടിപ്പിച്ചു. സ്കൂളിന്റെ പ്രവർത്തന ചുമതല പൂർണ്ണമായും കുട്ടികൾ നിർവഹിച്ചു. ചടങ്ങിൽ ഭിന്നശേഷിക്കാരായ യുവാവിന് ശ്രീഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നൽകുന്ന വീൽ ചെയർ സ്കൂൾ പ്രിൻസിപ്പൽ സമ്മാനിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സമ്മാനിച്ചു. ചായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നടന്ന CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ നാടോടി നൃത്തത്തിന് കാറ്റഗറി 1 വിഭാഗത്തിൽ അക്ഷയ് ഷൈനോദിന് 1ാം സ്ഥാനം ലഭിച്ചു. എളമക്കര ഭവൻസ് വിദ്യാമന്ദിർ വിദ്യാർത്ഥിയാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുമായി സഹകരിച്ച് എറണാകുളം YMCA കുട്ടികൾക്കായി കാർട്ടൂൺ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാനും പ്രമുഖ കാരിക്കേച്ചറിസ്റ്റുമായ സജീവ് ബാലകൃഷ്ണൻ ക്യാമ്പ് നയിച്ചു. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ MD ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു.
UAE പ്രവാസി മലയാളികൾ അംഗങ്ങളായുള്ള സേവനം കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ സംഗമം നടന്നു. GDPS കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ അനിൽ തടാലിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി പുരുഷോത്തമൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. പത്തനംതിട്ട അട്ടത്തോട്ടിന് സമീപം KSRTC ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. തീപിടിച്ചത് പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് പോയ ബസ്. ആളപായമില്ല. ട്രെയിൻ മാർഗം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശി സാഹിർ ഉസ്മാൻ. തൃശൂർ എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തനിർഭരമായി. എറവ് കോലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. 50ാമത് തൃശൂർ ജില്ലാ പോലീസ് മീറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് ടീം ജേതാക്കളായി. തൃശൂർ സായുധ ബറ്റാലിയൻ ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കിയപ്പോൾ ലൂസേഴ്സ് ഫൈനൽ കുന്നംകുളം സബ് ഡിവിഷൻ ടീം സെക്കൻഡ് റണ്ണർ അപ്പ് ട്രോഫി കരസ്ഥമാക്കി. ക്രിക്കറ്റ് ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 22-ന് IR ബറ്റാലിയൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. തൃശൂർ വാഴച്ചാൽ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തി ക്ലൈമറ്റ് മാർച്ച് 2024 സംഘടിപ്പിച്ചു. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരള, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകൾ ക്ലൈമറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി തൃശൂർ അരിമ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിലുള്ള ധനസഹായം 10 ലക്ഷം രൂപ കൈമാറി. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ധനസഹായ വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PT ഡേവിഡ് അധ്യക്ഷനായി. തൃശൂർ ബേലൂർ വിഷ്ണുപുരം ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികാതൻ CV രാമൻ ദിനം ആഘോഷിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപിക റോഷ്നി CM അധ്യക്ഷയായി. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭസ്വാമി, ട്രസ്റ്റിന് ട്രഷറർ TN രാമൻ, വിദ്യാലയ സമിതി രക്ഷാധികാരി V വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടന്നു. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഈ മാസം 19-ന് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. സെക്രട്ടേറിയറ്റ്, സ്റ്റാച്യു, പുളിമൂട്, ജനറൽ ആശുപത്രി പരിസരം, തമ്പുരാൻമുക്ക്, വഞ്ചൂർ, ഋഷിമംഗലം, ശാസ്താമംഗലം, വഴുതക്കാട് എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക. GVHSS നോർത്ത് ഇടപ്പള്ളിയിൽ ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് വിഷയങ്ങൾ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് ടെക്നീഷ്യൻ ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന് രാവിലെ 10-ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ്. കണ്ണൂർ കളക്ടറേറ്റിൽ ചൊവ്വാഴ്ച നടത്താനിരുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ വിചാരണ മാറ്റിവെച്ചു. ഡിസംബർ 17-ന് വിചാരണ നടക്കും. നോക്കാം ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ വായുമലിനീകരണം അതീവ ഗുരുതര വിഭാഗത്തിൽ. ഗുണനിലവാര സൂചിക 400 മുകളിലെത്തി. നാളെ അതിശക്തമായ പുകമഞ്ഞിന് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിമാന സർവീസുകളെ ബാധിച്ചേക്കും. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ചരിത്ര നിമിഷമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു മിസൈൽ പരീക്ഷണം. ബീഹാറിലെ പട്നയിൽ പോസ്റ്റ്മോർട്ടത്തിനെ സൂക്ഷിച്ച മൃതദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെട്ട നിലയിൽ. പട്നയിലെ നളന്ദ മെഡിക്കൽ കോളേജ് ICUവിലാണ് സംഭവം. കണ്ണ് എലി കടിച്ചതാണെന്ന് ആശുപത്രി അധികൃതർ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ അപകീർത്തി പ്രചാരണത്തിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചതിനാണ് കേസ്. തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അമരാവതിയിൽ BJP നേതാവ് നവദീപ് റാണയ്ക്കെതിരെ ആക്രമണം. നവദീപ് റാണ നേരെ കസാര വലിച്ചെറിയുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ GSAT-10 ഈ മാസം 19-ന് വിക്ഷേപിക്കും. ഫ്ലോറിഡയിലെ കേപ്പ് കനാഗൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് വിക്ഷേപണം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതെന്ന് ISRO ചെയർമാൻ S സോമനാഥ്. മധുര വിമാനത്താവള വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ച് നാട്ടുകാർ. 6 ദിവസത്തിനകം അനുകൂല തീരുമാനമുണ്ടാകുമെന്ന മധുര സൗത്ത് തഹസിൽദാറുടെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം. 3 സെന്റ് മധുര മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡൽഹിയിൽ അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ ശ്രദ്ധേയമായി കേരള പവലിയൻ. തിരമാല എന്ന പ്രമേയത്തിലാണ് കേരള പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 27 വരെയാണ് മേള. നോക്കാം രാജ്യാന്തര വാർത്തകൾ.
ഇസ്രായേൽ തീരദേശ നഗരമായ ഹൈഫയ്ക്ക് ചുറ്റുമുള്ള ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നഗരവാസികൾക്ക് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് വ്ളാദിമിർ സെലൻസ്കി. കിഴക്കൻ യുക്രൈനിൽ റഷ്യൻ സേനയുടെ മുന്നേറ്റം. റഷ്യയിലെ കർലക്സ്ക് മേഖല ഇപ്പോഴും കൈവശം വെച്ച് യുക്രൈൻ സേന. ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ച വാർത്തകൾ നിഷേധിച്ച് ഇറാൻ. അമേരിക്കൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയാണിത്. ഇതിന് ലക്ഷ്യം ഊഹിക്കാവുന്നതാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. US എഫിഷ്യൻസി അഡ്വൈസറായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെ പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനിലെ ലാഹോർ വായുമലിനീകരണം അതിരൂക്ഷം. 75,000-ഓളം പേർ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടി. സ്ഥിതി ഗുരുതരമെന്ന് ആരോഗ്യവകുപ്പ്. കിഴക്കൻ ചൈനയിൽ കോളേജിൽ കത്തിയാക്രമണത്തിൽ 8 മരണം. മുൻ വിദ്യാർത്ഥി നടത്തിയ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. പരീക്ഷയിൽ തോറ്റതിലുള്ള വിരോധത്തിലാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയും. ക്രിസ് റൈറ്റ് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയാകും. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന നിലപാടുകാരാണ് ക്രിസ് റൈറ്റ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന റൈറ്റ് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പോരാട്ടത്തിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും ആവശ്യപ്പെടുന്നയാളാണ്. ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ പസഫിക് സമുദ്രത്തിലെ സോളമൻ ദ്വീപുകൾക്ക് സമീപം കണ്ടെത്തി. കപ്പൽ ഛേദത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പോയ നാഷണൽ ജിയോഗ്രാഫിക് വീഡിയോഗ്രാഫറായ മനു സാൻ ഫെലിക്സും മകൻ ഇഗ്നോ സാൻ ഫെലിക്സുമാണ് പവിഴപ്പുറ്റ് കണ്ടെത്തിയത്. വെനസ്വേലിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കലാപത്തിൽ തടവിലാക്കപ്പെട്ട് 225 പേരെ മോചിപ്പിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ വീണ്ടും തെരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു കലാപം. 2024 വിശ്വസുന്ദരി പട്ടം ഡെൻമാർക്കുകാരി വിക്ടോറിയ ഗ്യാർ തെയിൽവിസിന്. മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഡെൻമാർക്കുകാരിയാണ് വിക്ടോറിയ. മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ട റണ്ണറപ്പായി. നോക്കാം ബിസിനസ് വാർത്തകൾ. ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. RBI ഗവർണർ ശക്തികാന്ത് ദാസ്. പണപ്പെരുപ്പം കുറഞ്ഞു വരികയാണെന്നും രാജ്യം സുസ്ഥിര വികസനത്തിന്റെ പാതയിലാണെന്നും RBI ഗവർണർ. വീണ്ടും കുതിച്ചുകയറി വെളുത്തുള്ളി വില. കിലോയ്ക്ക് 440 രൂപ കടന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം മുൻ വർഷത്തേക്കാൾ കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. അരി കയറ്റുമതിയിൽ കുതിപ്പുമായി ഇന്ത്യ. ഒക്ടോബറിൽ 100 കോടിയുടെ കയറ്റുമതി നടന്നു. കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഉത്സവ സീസണിൽ രാജ്യത്തെ വാഹന വിൽപ്പന 11% വർദ്ധിച്ചതായി ഓട്ടോമൊബൈൽ ഡീലർമാർ. 42 ദിവസം നീണ്ടുനിന്ന ഉത്സവ സീസണിൽ ഇത്തവണ വിറ്റഴിച്ചത് 42 ലക്ഷം വാഹനങ്ങൾ. ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ പുതിയ ആപ്പ് അവതരിപ്പിച്ചു. സിനിമകൾ, ഇവന്റുകൾ, ഡൈനിങ് ഔട്ട് ബുക്കിംഗുകൾ എന്നിവയ്ക്കായി ഡിസ്ട്രിക്ട് ആപ്പ് എന്ന പേരിലാണ് സൊമാറ്റോയുടെ പുതിയ പരീക്ഷണം. പുതിയ ഹോണ്ട അമേസ് ഡിസംബർ 4 വിപണിയിൽ അവതരിപ്പിക്കും. വലിയ ടച്ച് സ്ക്രീനിൽ സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, വയർലെസ് ഫോൺ, ചാർജർ, സൺറൂഫ്, 6 എയർ ബാഗുകൾ എന്നിവ വാഹനത്തിന്റെ സവിശേഷതകളാണ്. ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ടീം ഇന്ത്യക്ക് ആശങ്ക. പരിക്ക് മൂലം ശുഭ്മാൻ ഗില്ലിന് ആദ്യ ടെസ്റ്റ് നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മ കളിക്കില്ല. തീരുമാനം BCCI അറിയിച്ചു. കുഞ്ഞു പിറന്നതിനാൽ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് താരം. പെർത്ത് ടെസ്റ്റിൽ ടീം ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിക്കും. വെള്ളിയാഴ്ച മുതലാണ് മത്സരം. സൗഹൃദ മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നാളെ മലേഷ്യയെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. മലയാളികളായ വിപിൻ മോഹനും MS ജിതിനും ഇന്ത്യൻ സ്ക്വാഡിലുണ്ട്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈ ടീമിനെ ശ്രേയസ് അയ്യർ നയിക്കും. രഞ്ജി ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കിയ പൃഥ്വി ഷോയെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സുധി എന്ന സംവിധാനം ചെയ്യുന്ന പൊയ്യാബൊഴി എന്ന ചിത്രത്തിന് ട്രെയിലർ പുറത്തിറങ്ങി. ജാഫർ ഇടുക്കി, നവാഗതനായ നഥാനിയൽ, മീനാക്ഷി എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ടൈനി ഹാൻഡ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോസുകുട്ടി മഠത്തിലാണ് നിർമ്മാണം. ദേവ് മോഹൻ നായകനായി എത്തുന്ന പരാക്രമം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. അർജുൻ രമേശാണ് തിരക്കഥയും സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രം ഈ മാസം 22-ന് തിയേറ്ററുകളിലെത്തും. ബേസിൽ ജോസഫ്, നസ്രിയ നസീം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഈ മാസം 22-ന് സിനിമ തിയേറ്ററുകളിലെത്തും.
നിസാർ സംവിധാനം ചെയ്യുന്ന ടു മെൻ ആർമി ഈ മാസം 22-ന് തിയേറ്ററുകളിലെത്തും. ഇന്ദ്രൻ, ഷഹീൻ സിദ്ദീഖ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുക. SK കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ കാസിം കണ്ടോത്താണ് നിർമ്മാണം. കമൽ കുപ്ലേരി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരിയിൽ തുടങ്ങും. ശ്രീ മൂകാംബിക കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഗിരീഷ് കുന്നുമലാണ് നിർമ്മാണം. ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. കന്നഡ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ സുധീർ അത്താവർ സംവിധാനം ചെയ്ത കൊറക്ന എന്ന ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, തുളു, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക. വൈറൽ ട്രെൻഡ്സ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ടൈലർ സ്വിഫ്റ്റിന്റെയും AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. വീഡിയോ ഷെയർ ചെയ്ത് ഇലോൺ മസ്ക്. You should have voted more like Patrick's wife. Should have Britney. Make no mistake, Travis is... സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പാട്ട്, ഗാനം ആസ്വദിക്കാം. തൃശൂർ പുള്ളിൽ നിന്നുള്ള മനോഹര കാഴ്ച വൈറലാവും. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. ചൂടുള്ള പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ ക്യാൻസർ ഭേദമാകുമെന്ന പേരിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റ് തീർത്തും വ്യാജമാണ്. പോസ്റ്റിനെ തള്ളി ഓങ്കോളജിസ്റ്റുകൾ. നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. കുടവൂർ, ആനയാറ, പൂവാർ, ബാലരാമപുരം, നേമം ഭാഗങ്ങളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. CBSE കൊച്ചി മെട്രോ സഹോദയ അത്ലറ്റിക് മീറ്റ് നാളെ. പൂത്താട്ട ശ്രീനാരായണ പബ്ലിക് സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന മീറ്റിൽ 33 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കണ്ണൂർ വളപട്ടണം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ പള്ളിക്കുളം അലവിൽ റോഡ് ലെവൽ ക്രോസ് നാളെ അടച്ചിടും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ അറ്റകുറ്റപ്പണിക്കായാണ് അടച്ചിടുക. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നാളെ തൃശൂർ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. രാവിലെ 11 മുതൽ സിറ്റിംഗ് തുടങ്ങും. കണ്ണൂർ ബാക്കുനി പൊന്നിയമ്പാലം ബൈപ്പാസ് റോഡിൽ നാളെ മുതൽ ഈ മാസം 20 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ടാറിംഗ് നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. ഈ വർഷം മാത്രം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 407 പേർ. രാജ്യമൊട്ടാകെ 80,000-ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. കാലാവസ്ഥ വ്യതിയാനം രോഗികളാകുന്ന കൊതുകൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. വടക്കൻ ഇറാഖിൽ ബോംബ് സ്ഫോടനത്തിൽ 3 സൈനികർ മരിച്ചു. സൈനികരുടെ വാഹനവ്യൂഹം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. അഫ്ഗാനിസ്ഥാനിലെ US സൈനിക പിന്മാറ്റത്തിന് നേതൃത്വം നൽകിയ സൈനിക മേധാവിമാരുടെ പട്ടിക തയ്യാറാക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനാണ് പട്ടിക തയ്യാറാക്കുന്നത്. 2021-ലാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറ്റം നടത്തി. 100 ന്യൂസ് പൂർണ്ണമാകുന്നു.